വെൽക്കം ടു മിനർവ ടേൽസ്. അപ്പോൾ നമ്മുടെ പുതിയൊരു സീരീസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല അടിപൊളി ഹോം മെയ്ഡ് ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ വാട്ട് സ്പെഷ്യൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തവണ നമ്മൾ നല്ല പിൻട്രസ്റ്റി തീമിലാണ് എല്ലാം ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ എല്ലാം പേസ്റ്റൽ കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ബ്രഷ് പെൻസ് ആണ്. പിന്നെ നോർമൽ വൈബ്രൻറ്റ് കളേഴ്സും യൂസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തവണത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ പിൻട്രസ്റ്റ് ഡിസൈഡ്സ് മൈ ജേർണൽ സ്പ്രെഡ് എന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ നമ്മൾ ഇപ്പം തന്നെ കയ്യോടുകൂടി പിൻട്രസ്റ്റിൽ തുറന്നിട്ട് ഓരോ കളർ പാറ്റേൺ പേപ്പറിൻ്റെ തീം അടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ കൊടുക്കുന്നത് പർപ്പിളാണ്. അപ്പോൾ പർപ്പിൾ പാറ്റേൺ പേപ്പർ എന്ന് അടിക്കുമ്പോൾ വരുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ കയ്യോടുകൂടെ അപ്പം തന്നെ പാറ്റേൺ പേപ്പർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പർപ്പിൾ കളറിൽ ചൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു വേവി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇത് പണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ ഒരു കളറിൽ ചെയ്തിട്ടുണ്ട്, കവായിലെങ്ങാണ്ടെയാണ്. പക്ഷേ ഇത് നല്ല രസമാണ് കേട്ടോ. നമ്മുടെ ഈ ബ്രഷ് പെൻസും പിന്നെ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് തന്നെ എടുത്ത സാധനമൊക്കെ ആകുമ്പോഴേക്കും മൊത്തത്തിലൊരു വൈബാണ്. അപ്പോൾ പർപ്പിൾ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് പിങ്കാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ എനിക്ക് ഫേവററ്റ് ആയിട്ടുള്ളത് ഈ ഒരു പിങ്കാണ് കേട്ടോ. കാര്യം ചെയ്ത് വന്നപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ സ്കെയിൽ വെച്ചിട്ട് വരയ്ക്കാനൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ ബ്രഷ് പെന്ന് വെച്ചിട്ട് സ്കെയിൽ വെച്ച് ഈ വരയ്ക്കാൻ ഭയങ്കര പാടാണെന്ന് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ സ്കെയിലൊക്കെ മാറ്റി വെച്ചു, അല്ലാതെ തന്നെ വരച്ചു. ഇതിലെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ ഗ്രിഡ് ലൈൻസ് വരയ്ക്കുകയാണ്. ഗ്രിഡ് ലൈൻസ് വരച്ചിട്ട് എല്ലായിടത്തും അല്ല, അവിടെ ഇവിടെ 2-3 ഹാർട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. അയ്യോ എടാ, എന്തൊരു ഫീലാണെന്നറിയാമോ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ഇത്. ഏതാണ്ട് നമുക്ക് കിട്ടിയത് അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അത്രയ്ക്ക് രസമാണ്. ഇനി നെക്സ്റ്റ് കളറിൽ ഏത് പാറ്റേൺ പേപ്പറാണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രീനാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. എപ്പോഴും ഗ്രീനിൽ ലീഫൊക്കെ ആയിരിക്കും വരയ്ക്കുക. അപ്പോൾ പിന്നെ വെറൈറ്റി പിടിച്ചിട്ട് ആ ഒരു വെറൈറ്റി കളറിൽ ഗ്രീൻ ഫ്ലവർ വരയ്ക്കുമ്പോഴേക്കും കിട്ടുന്നൊരു ഭംഗി വേറെ തന്നെയാണ് കേട്ടോ. ഇതും എൻ്റെ ഫേവറേറ്റ് ആണ്. പക്ഷേ പിങ്കിന് കുറച്ച് മാർക്ക് കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്തേക്കുന്നത് ഇതുപോലെ വരച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ആ ഒരു പാറ്റേൺ വന്നിട്ട് ഈ ഒരു എന്താ പറയുക, ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു സംഭവമുണ്ട്. ലൈക്ക് ഈ കട്ടിയായിട്ട് ടെക്സ്ചർ പോലെയൊക്കെയുള്ളൊരു സംഭവമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പെൻസിൽ വെച്ചിട്ട് കുറച്ച് ഗ്രിഡ് ലൈൻസും കൂടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വിസിബിൾ ഒന്നുമല്ല, പക്ഷേ നല്ല രസമാണ്. ഏതാണ്ടൊരു പോലെ ഉണ്ട്. ഞാനൊരു സംഭവമായിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ. നെക്സ്റ്റ് ഇനി ഏത് കളറാണെന്ന് വെച്ചാൽ, ഏത് കളറാണ് വരട്ടെ, ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂവിലും ഞാൻ എല്ലാം നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് വേണമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ഈ ഒരു ബോ ഒക്കെ ഉള്ളൊരു സാധനം കിട്ടി കേട്ടോ. അതും നല്ല രസമുണ്ട്. സത്യം ഞാൻ ചെയ്തതുകൊണ്ട് പറയല്ല, എടാ എല്ലാം കാണാൻ നല്ല രസമുണ്ട് നേരിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്യണം കേട്ടോ. എനിക്കൊന്ന് കുറേ പേരുടെ കയ്യിലൊക്കെ ബ്രഷ് പെൻസ് ഉണ്ടായിരിക്കും. ഇനി ബ്രഷ് പെൻസ് ഇല്ല എന്നോർത്ത് നിങ്ങൾ ആരും വിഷമിക്കണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് സ്കെച്ച് പെൻസ് യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത്രയും പേസ്റ്റലായിട്ട് കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ക്രയോൺസും ഓയിൽ പേസ്റ്റലോ അങ്ങനെ അല്ലെങ്കിൽ പെൻസിൽ കളേഴ്സൊക്കെ യൂസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ. ഇനി ഓറഞ്ചിൽ എന്ത് ചെയ്യണം എന്നിങ്ങനെ നോക്കിയിരുന്നപ്പോഴേക്കും നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കിട്ടി, സ്റ്റാർ. പക്ഷേ ഈ സ്റ്റാറിൽ എനിക്ക് കിട്ടിയ ആ ഒരു ഡിസൈനിൽ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ലൈൻസാണ് ഉള്ളത്. പക്ഷേ വൈറ്റ് പെന്ന് അത് തെളിയുന്നില്ല, എൻ്റെ പെന്ന് തീർന്നു. അപ്പം ഞാൻ ഈ നമ്മുടെ പേസ്റ്റൽ ബ്രഷ് പെൻസിൻ്റെ കൂടെ തന്നെ ഉള്ള ഒരു ഹൈലൈറ്റർ ആയിട്ടുള്ള സാധനമുണ്ട്. അപ്പോൾ അത് വെച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കരുത്, ഇങ്ങനെ കുളമായിട്ട് വരയ്ക്കണം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് കളറാണ്. റെഡ് നോക്കിയപ്പോൾ കുറേ കണ്ടു, പക്ഷേ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ഫ്ലോറൽ സംഭവം എടുത്തിട്ടുണ്ട്. എനിക്കൊന്ന് മുന്നേയൊക്കെ ഞാൻ റെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ലൈൻസും ഗ്രിഡ് ലൈൻസും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇത് ഭയങ്കര ഫില്ലിംഗ് ആയിട്ട് നല്ല രസമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ കുറച്ച് പാടായിരുന്നു, പേപ്പർ ഫുള്ള് കളർ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു കുറേ കോൺസെൻട്രേറ്റ് ചെയ്തൊക്കെ ചെയ്യാനുള്ളതുണ്ട്. പക്ഷേ പെർഫെക്റ്റ് അടിപൊളിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏത് കളറാണ്, എവിടെ കണ്ടുകൂടില്ല, യെല്ലോ. അപ്പോൾ യെല്ലോയുടെ അതിൻ്റെ കൂടെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. എടാ ഞാനിപ്പോൾ 8 എണ്ണമാണ് ചെയ്തേക്കുന്നത് കേട്ടോ, 8 പാറ്റേൺ പേപ്പേഴ്സ്. അപ്പം ഞാൻ ഇനി വരുന്ന ഈ സീരീസിൻ്റെ ബാക്കിയിൽ ഓരോ സാധനങ്ങളും ഇതിന് വേണ്ടിയിട്ട് ആയിരിക്കും ചെയ്യുക. അതായത് യെല്ലോയ്ക്ക് ചേരുന്ന രീതിയിൽ യെല്ലോ കളർ സ്റ്റിക്കർ, യെല്ലോ കളർ കോഡ് സ്റ്റിക്കർ, യെല്ലോ കളർ ലേബൽ, അങ്ങനെ.
അപ്പോൾ എന്തായാലും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എൻ്റെ കൂടെ തന്നെ പിടിച്ചോ. ഉറപ്പായിട്ടും നമുക്ക് അടിപൊളി അടിപൊളി ഐറ്റംസ് ഉണ്ടാക്കാം. യെല്ലോ ചെയ്തു, പിന്നെ ബ്രൗണും കൂടെ നോക്കിയിട്ടുണ്ട്. ബ്രൗണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വിൻറ്റേജ് ജേണൽ സപ്ലൈസ് ഇല്ലേ, അതുപോലെയാണ് കേട്ടോ പാറ്റേൺ പേപ്പർ. അതായത് ഇത് ഫുള്ള് കളറ് ഫില്ല് ചെയ്തപ്പോൾ ഒരു കോഫി ബ്രൗൺ തീം പോലെ വന്നിട്ടുണ്ട്. പിന്നെ അതിൽ ഫുള്ള് എന്തെങ്കിലും എഴുതി കൊടുക്കുകയാണ്. എഴുതി അവസാനം എനിക്ക് വട്ടായി, എന്തൊക്കെയോ മണ്ടത്തരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആരും വായിക്കാൻ നിൽക്കണ്ടല്ലോ, വായിക്കാനൊന്നുമില്ല. കുറേ ഗുഡ് വൈബ്സ്, പോസിറ്റിവിറ്റി, ഐ ലവ് പാറ്റേൺ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ്. അങ്ങനെ 8 പാറ്റേൺ പേപ്പേഴ്സ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എടാ സത്യം പറയാമല്ലോ, ഭയങ്കര രസമാണ്. എനിക്ക് തന്നെ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ സ്റ്റിൽ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ടൈം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി വയ്ക്കുക. ഇനിയല്ല സ്റ്റുഡൻസ് അല്ലാത്തവരാണെങ്കിലും നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇത് ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് അടിപൊളിയായിട്ട് ജേർണലിങ് ചെയ്യാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.